ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലവർഷം 1201 എന്ന പുതിയ മലയാള വർഷത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്കുണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഉത്രാട നക്ഷത്രം ഉത്തര ആഷാഢം എന്ന് ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നു. ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പോൾ ശനിക്കും രാഹുവിനും കേതുവിനും മാറ്റമില്ലാത്ത വർഷമാണ്. വ്യാഴം മിഥുനത്തിലും കർക്കടകത്തിലുമായിട്ട് സഞ്ചരിക്കുന്നു. അതായത് ഒക്ടോബർ മാസം പകുതിയോടുകൂടി മിഥുനത്തിൽ നിന്ന് കർക്കടകത്തിലേക്ക് പോകുന്നു വ്യാഴം. കർക്കടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. തിരികെ ഡിസംബർ 5 മിഥുനത്തിലേക്ക് തന്നെ വരുന്നു. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒരു മാസം ഒന്നര മാസമൊക്കെ എല്ലാ രാശികളിലും സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം ഈ ഉത്രാടം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യ 15 നാഴികയ്ക്കകത്ത് ജനിച്ച ആളുകൾ ധനുക്കൂറിലും, ബാക്കി 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗത്ത് ജനിച്ചവർ മകരക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ധനുക്കൂറിൽ ഉൾപ്പെട്ടവരും മകരക്കൂറിൽ ഉൾപ്പെട്ട ആളുകളും തമ്മിൽ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ ആത്മാർത്ഥതയും ദീനാനുകമ്പയൊക്കെയുള്ള ആളുകളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും നമ്മളാൽ കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തും മുന്നോട്ട് പോകാനാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നത്. ആർഭാടങ്ങളിൽ വലിയ താല്പര്യമുള്ളവരല്ല. നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നടക്കണം എന്നാഗ്രഹിക്കുന്നതല്ലാതെ വലിയ ഒരു ആഡംബര ജീവിതം അവർ ഉദ്ദേശിക്കുന്നവരല്ല. ബുദ്ധിശക്തി, സംസ്കാര സമ്പന്നത, ധർമ്മബോധം തുടങ്ങിയവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ധാരാളം സുഹൃത്തുക്കളും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. ബന്ധുക്കളുമായിട്ട് നല്ല അടുപ്പം പുലർത്താനായിട്ട് കഴിയുന്നവരാണ്. ഈ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള സഹായങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നതുമാണ്. ഉത്രാട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ ചെയ്യുന്നവരെ വളരെ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. മറ്റുള്ളവരോട് പരുഷമായിട്ട് പെരുമാറുന്ന ഒരു രീതി ഇവർക്ക് സാധാരണഗതിയിൽ ഇല്ല. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരാറുണ്ട് ഇവർക്ക്. പക്ഷേ സ്വന്തം പ്രയത്നം കൊണ്ട് നല്ല നിലയിൽ എത്തിച്ചേരാൻ യോഗവും ഉണ്ട്. പക്ഷേ കുടുംബ ക്ലേശങ്ങൾ പലപ്പോഴും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്യായമായ മാർഗ്ഗങ്ങളിലൂടെ ഒന്നും ധനം സമ്പാദിക്കാനായി ഇഷ്ടപ്പെടുന്നവരല്ല ഉത്രാടം നക്ഷത്രക്കാർ. ഇവരുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ആദിത്യനാണ്, സൂര്യനാണ്. അതുകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കും എന്നാണ് ഉത്രാട നക്ഷത്രക്കാരെ പറ്റി പറയാറുള്ളത്. ഇവർക്ക് നല്ല കൈരാശിയും നല്ല ഭാഗ്യവും ഉള്ള ആൾക്കാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവർ സാധാരണഗതിയിൽ വ്യാപാരങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വിജയമായി തീരും. പക്ഷേ പലപ്പോഴും ഒരബദ്ധം ഇവർക്ക് പറ്റാറുണ്ട്. ഇവർ ശുദ്ധഗതിക്കാരാണ്, മറ്റുള്ള ആളുകളെ നന്നായിട്ട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ പങ്കാളിത്ത ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ഈ ബിസിനസ് സ്വന്തം പേരിൽ ആക്കിയില്ലെങ്കിൽ, സ്വന്തം പേര് കൂടെ അവിടെ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ടുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം. പാർട്ട്ണർമാരിൽ നിന്നും ചതിവൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവർ കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് വിലമതിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വന്തം അഭിപ്രായ പ്രകാരം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇവർക്കൊരല്പം തൻ്റെ ഇടം കൂടുതലാണ് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ഒരു ധാരണ നമുക്ക് തോന്നും ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ. പിന്നെ സന്താനങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരോട് അതികഠിനമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു രീതിയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. സന്താനങ്ങൾക്ക് മനസ്സിൽ ഒരു അകൽച്ച ഉണ്ടാകാൻ ഇത് പലപ്പോഴും കാരണമാകും. ദേഷ്യവും എടുത്തുചാട്ടവും ഇവർക്കെന്നും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് മുൻകോപം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. കോപം വരുമ്പോൾ വല്ലാതെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇവരുടെ ഒരു രീതിയാണ്. മനസ്സിലുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് പങ്കുവെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബജീവിതം വളരെ സ്വസ്ഥവും സന്തോഷകരവുമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കും. പിന്നെ മിതവ്യയവും ആത്മാർത്ഥതയുമുള്ള ആളുകളാണ്. എല്ലാ രംഗങ്ങളിലും അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഇവരെ അവഗണിക്കുന്നത് ഇവർക്ക് തീരെ ദഹിക്കുന്ന ഒരു കാര്യമല്ല. ഇവരെ അവഗണിച്ചാൽ ഇവർക്ക് വല്ലാത്ത മനസ്സിന് വിഷമവും രോഷവുമൊക്കെ ഉണ്ടാകും. കിട്ടുന്ന സഹായത്തിനും സ്നേഹത്തിനുമൊക്കെ വില കൽപ്പിക്കുന്ന ആളുകളാണ്. അപ്രതീക്ഷിതമായിട്ട് പണം കിട്ടാൻ ഇവർക്ക് യോഗമുണ്ട്. പരാജയങ്ങളിൽ തളരാതെ അവയെ വിജയമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടക്കാർ. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പം ഇവർ അന്ധവിശ്വാസികളും എപ്പോഴും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളൊക്കെ ആണെന്ന് തോന്നുമെങ്കിലും ഇവർക്ക് വളരെ ഉയർന്ന ചിന്താഗതിയും പുരോഗമന ആശയങ്ങളുമാണ് ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരങ്ങനെ ഒരു വേറുകൃത്യം കാണിക്കാറില്ല. ആരോടും മറ്റുള്ളവരെ മാറ്റി നിർത്തുകയോ അവരോട് ക്രൂരമായിട്ട് പെരുമാറുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല.
ഈ സന്താനങ്ങളോട് ദേഷ്യപ്പെടുന്നു എന്ന് പറയുന്നത് മുൻകോപം കൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വലിയ മുൻകോപം ഉണ്ടായിട്ട് നമ്മൾ പറയുന്ന അവർ കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അവരോട് അങ്ങനെ രോഷം പ്രകടിപ്പിക്കുന്നതാണ്. പിന്നെ സഞ്ചാരപ്രിയരാണ്, അതുകൊണ്ട് അന്യദേശത്ത് താമസമാക്കാനാണ് സാധ്യത. സദാചാരബോധവും നല്ല സൗന്ദര്യവും ഉണ്ടായിരിക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഉത്രാട നക്ഷത്രക്കാർ ഇടപാടുകളിൽ നീതിയും ആത്മാർത്ഥതയും പുലർത്തുന്ന ആളുകളാണ്. പക്ഷേ തിരികെ അങ്ങനെ ലഭിക്കണമെന്നില്ല. തുറന്ന മനസ്സുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടാനിടയുള്ളതുകൊണ്ട് ഉത്രാട നക്ഷത്രക്കാർ എല്ലാ ഇടപാടുകളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യവും വിനയവും പ്രശസ്തിയും ഉള്ളവരായിരിക്കും. ഇവരെപ്പോഴും കുടുംബഭരണത്തിൽ വളരെ ശ്രദ്ധയോടെ ആണ് മുന്നോട്ട് പോകുന്നത്. വീടും പരിസരവുമൊക്കെ മോടി പിടിപ്പിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. വിനയവും ധർമ്മനിഷ്ഠയും ഉപകാരസ്മരണയുമുള്ള ആളുകളായിരിക്കും ഉത്രാടക്കാരായ സ്ത്രീകൾ. ബന്ധുക്കൾ കൂടുതലുണ്ടായിരിക്കും. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച കൈവരിക്കണം, എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു രീതി ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഏത് ജോലിയും ആത്മാർത്ഥതയോടുകൂടി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ഉത്രാട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന പൊതുഫലങ്ങൾ നോക്കാം. ഉത്രാടം ധനുക്കൂറും മകരക്കൂറുമായിട്ടാണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ധനുക്കൂറിൽപ്പെടുന്ന ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൊതുവെ പറഞ്ഞാൽ വ്യാഴാനുകൂല്യമുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ഉത്രാടം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കാൻ കഴിയുന്ന വർഷമാണ്. വ്യാഴം ഈ വർഷം 7ലും 8ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും വർഷത്തിൻ്റെ 3/4 പങ്കും 7ാം ഭാവത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. മിഥുന രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അത് ഇവർക്ക് വളരെ ഗുണകരമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. നിലവിൽ ചെയ്യുന്ന ജോലിക്ക് പുറമെ വേറെ പല രീതിയിലും ധനം ലഭിക്കാനുള്ള യോഗമുണ്ട്. രാഷ്ട്രീയത്തിലൂടെ അധികാരലബ്ധി കൈവരാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പ് നടത്തുകയും വ്യാപാരത്തിലും മറ്റും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ വ്യാപാരം ഊർജ്ജസ്വലമാക്കിക്കൊണ്ട് ലാഭം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. നേരത്തെ മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. രാഷ്ട്രീയത്തിൽ ഇതുവരെ എതിർത്ത് നിന്നിരുന്ന പലരും അനുകൂലിച്ചു തുടങ്ങുന്ന ഒരു കാലമാണ്. സമുദായ സംഘടനകളിൽ നേതൃത്വ പദവി ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനായിട്ട് അവസരം ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ വളരെ ഊർജിതമാകാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. ദേവാലയങ്ങൾ സന്ദർശിക്കുകയും ആത്മീയമായ പുരോഗതി കൈവരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലമാണ്. വ്യാഴം 8ലേക്ക് വരുന്ന സമയത്ത് അഷ്ടമവ്യാഴം എന്ന ദോഷം ഉണ്ടെങ്കിൽ പോലും ഈ കർക്കടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ധനപരമായിട്ടൊരല്പം ചിലവ് കൂടും. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ഉച്ചത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പിന്നെ കണ്ടകശനിയാണ് വേറൊരു പ്രശ്നം. 4ാം ഭാവത്തിലാണ് ഉത്രാടം ആദ്യപാദക്കാർക്ക് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും മുന്നോട്ട് പോകുമ്പോൾ ഒരല്പം പുറകോട്ട് വലിക്കൽ, ഒന്ന് ബാക്കിലേക്ക് സ്റ്റെപ്പ് വെക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായേക്കാം. ശനി 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബം, വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം, ചെലവുകൾ വർദ്ധിപ്പിച്ചേക്കാം. രാഹു 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ്. ധനഭാഗ്യവും ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാകാൻ ഇത് സഹായകരമാണ്. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്ക്, ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗത്ത് ജനിച്ചവർക്ക് വ്യാഴം വർഷത്തിൻ്റെ കൂടുതൽ സമയവും 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ദൈവാധീനം കുറവുള്ള കാലമാണ്. 6ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന് ഒട്ടും ഗുണകരമല്ല, ദോഷകരവുമാണ്. 6ാം ഭാവത്തിൻ്റെ ലക്ഷണം തന്നെ നമുക്കറിയാമല്ലോ. തസ്കരാരാതി വിഘ്നാതി വ്യാധിയച്ച തനുക്ഷതി എന്ന് പറഞ്ഞാൽ 6ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സാധനങ്ങൾ മോഷണം പോവുക, വിഘ്നങ്ങളുണ്ടാകുക, വ്യാധികൾ, രോഗങ്ങൾ ഉണ്ടാകുക, തനുക്ഷതി, ശരീരത്തിന് അപകടങ്ങളോ ചതവുകളോ മുറിവുകളൊക്കെ ഉണ്ടാകുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞു പോകുന്നത്. ശത്രുഭാവവുമാണ് പിന്നെ ഈ 6ാം ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാധീനം കുറയും വ്യാഴോടെ നിൽക്കുമ്പോൾ. വ്യാഴം മറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും. അധ്വാന ഭാരം കൂടിയേക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ കടന്നു പോകേണ്ടി വരും. വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലം വളരെ അനുകൂലമാണ്. അതായത് വ്യാഴം
കർക്കടകത്തിലേക്ക് വരുമ്പോൾ കർക്കടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഈ മകരക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് അത് 7ാമത്തെ ഭാവവുമാണ്. അപ്പോൾ ആ ഒരു 2 മാസം വളരെ അനുകൂലമായ സമയമാണ്. ആ ഒരു സമയത്ത് വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്ന വീട് നിർമ്മാണം തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ്. ശമ്പളത്തിൽ വർധനവുണ്ടാകും. താമസ സ്ഥലത്തിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനും സാധ്യതയുണ്ട്. 3ാം ഭാവത്തിലെ ശനി അല്പം സ്ലോ ആയിട്ടാണെങ്കിലും വളരെ മെല്ലെയാണെങ്കിലും സ്ഥിരമായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഭൂമി മുഖേന ധനലാഭം ഉണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗമുണ്ട്. പിന്നെ ഈ വർഷം പ്രണയിക്കുന്ന കാമുകന്മാർക്ക് പല വിഘ്നങ്ങളെയും നേരിടേണ്ടി വരും എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. കാരണം ഈ വ്യാഴം എന്ന് പറയുന്നത് ദോഷ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ചില വേർപിരിയലുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. രാഹു 2ൽ സഞ്ചരിക്കുന്ന അത്ര ഗുണകരമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പം അതുകൊണ്ട് ഈ ഉത്രാടം നക്ഷത്രക്കാരെ അല്പം സൂക്ഷിക്കണം. 2, 3, 4 പാദങ്ങളിൽ പെട്ടവർ. വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാകും. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ വാക്കുകൾ മറ്റു പലരോടും വിരോധം സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊരു അല്പം കരുതൽ ഉണ്ടാവുക. വരുമാന മാർഗം ഉയരുമെങ്കിലും നിക്ഷേപം ഒരു ഡെപ്പോസിറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിൽ സ്ഥിര നിക്ഷേപമോ അല്ലെങ്കിൽ കുറച്ച് ധനം ശേഖരിച്ച് വെക്കാനോ അങ്ങനെയൊന്നും സാധിക്കണം എന്നില്ല. പല ആവശ്യങ്ങൾ വന്ന് ചിലവുണ്ടാകും. 8ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെപ്പറ്റി ചില ഭീതി ഉണ്ടാകാനും കാരണമാകും. മകരക്കൂറുകാർക്ക് ഈ 2 മാസം വളരെ ഗുണകരമാണ്. പിന്നെ ശനിയെ കൊണ്ടുള്ള ഗുണവും കിട്ടും. ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യ വാരം വരെ വളരെ ഗുണകരമാണ്. 2 മാസമില്ല, ഏതാണ്ട് 1.5 മാസം നല്ല ഒരു കാലമാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കാം. ഇനി ഉത്രാട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി കൂടെ നമുക്കൊന്ന് നോക്കാം. ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ ഈ 3 ദശകളിൽ ഏതെങ്കിലുമാണ് ഇപ്പോഴുള്ളതെങ്കിൽ ഈ വർഷം ഉത്രാട നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾ ചെയ്യണം. ഈ ദശകളിൽ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരുന്ന കാലമാണ്. അപ്പം ദശാകാലവും ദോഷമാണ്. ഈ ഗ്രഹചാര ഫലം കൊണ്ടും ദോഷമാകുമ്പോഴാണ് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. ആദിത്യന് അർച്ചന സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക, ഇതൊക്കെ നല്ലതാണ്. ഞായറാഴ്ചകളിൽ അതിരാവിലെ ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സൂര്യൻ്റെ സ്തോത്രങ്ങൾ ജപാകുസുമ സങ്കാശം, കാശ്യപേയം, മഹാദ്യുതിയും എന്നുള്ള നവഗ്രഹ സ്തോത്രത്തിൽ ആദിത്യ സ്തോത്രം നിത്യവും ജപിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കാൻ ആരോഗ്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ശാസ്താവിന് നീല പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയും നെയ് വിളക്കും സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കുറേയേറെ ഗുണങ്ങൾ ലഭിക്കും. ശനിയെ കൊണ്ടുള്ള തടസ്സങ്ങൾ മാറുകയും ചെയ്യും. ധനുക്കൂറിൽപ്പെട്ട ആളുകൾ മഹാവിഷ്ണുവിനെ പ്രത്യേകമായിട്ട് പ്രീതിപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴമാണ് ധനുക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത്. അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് അർച്ചന ചെയ്യുക. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ താമര ഇതളുകൾ കൊണ്ട് വിഷ്ണു ഭഗവാന് പുഷ്പാഞ്ജലി സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗുണങ്ങൾ ലഭിക്കും. മകരക്കൂറിൽപ്പെട്ട ആളുകൾ ശാസ്താപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ശാസ്താവിന് എള്ളുതിരി തെളിയിക്കുക, ശനിക്ക് ദീപം തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ശാസ്താവിന് എള്ളു പായസം സമർപ്പിക്കുന്നതും നല്ലതാണ്. പിന്നെ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ, അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെയും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളുടെയും ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ഈ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന കൂട്ടത്തിൽ പിൻവിളക്കൂടെ തെളിയിക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ സന്തോഷം ഉണ്ടാകാൻ അത് കാരണമാകും. പിൻവിളക്കെന്ന് പറയുന്നത് പാർവതി ദേവിയെ സങ്കല്പിച്ചാണ് നമ്മൾ തെളിക്കുന്നത്. അപ്പം ശിവകുടുംബം എന്നൊരു സങ്കല്പം, മംഗളകരമായ കുടുംബമാണല്ലോ ശിവകുടുംബം എന്ന് പറയുന്ന സങ്കല്പം. അപ്പം നമ്മുടെ ജീവിതത്തിലും മംഗളങ്ങളുണ്ടാകാൻ അത് സഹായകരമാണ്. അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്ത് ഉത്രാട നക്ഷത്രക്കാർക്ക് സുഗമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോട് ഇത് ഒത്തുവരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും അയൽക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സഹായിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസിക്കുന്നു. നമസ്കാരം.